ദിവസത്തിലെ 15 മണിക്കൂറുകൾ കുമ്പസാരക്കൂട്ടിൽ ചെലവഴിച്ച ഒരു വിശുദ്ധനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നത് വിശുദ്ധ പാദ്രേപ്പിയോ എന്നായിരിക്കും. അല്ല, വിശുദ്ധ പാദ്രേപ്പിയോയേക്കാൾ കൂടുതൽ സമയം കുമ്പസാരക്കൂട്ടിൽ ചെലവഴിച്ച ഒരു വിശുദ്ധനുണ്ട്. വിശുദ്ധ പാദ്രേപ്പിയോയുടെ സമകാലികനായ, അദ്ദേഹത്തെ പോലെ കപ്പൂച്ചിൻ സഭാംഗമായിരുന്ന ഒരു വിശുദ്ധൻ മരണ ദിവസം വരെ 15 മണിക്കൂറുകൾ കുമ്പസാരക്കൂട്ടിൽ ചെലവഴിച്ച് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രയത്നിച്ച ഒരു വിശുദ്ധൻ. അദ്ദേഹത്തിന്റെ പേരാണ് വിശുദ്ധ ലിയോപോൾഡ് മാൻറ്റിക്. പാദുവ കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ. സാധാരണമായ ഒരു ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. അത്ഭുതങ്ങളുടെ ആധിക്യമോ അടയാളങ്ങളുടെ സമൃദ്ധിയോ ആ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ദർശനങ്ങളോ വെളിപാടുകളോ ഉണ്ടായിട്ടില്ല. ദൈവശാസ്ത്രപരമോ സാഹിത്യപരമോ ആയ രചനകളും നിർവഹിച്ചിട്ടില്ല. ഒരു സാധാരണ സന്യാസ വൈദികന്റെ ജീവിതത്തിനപ്പുറമായ പ്രവർത്തനങ്ങളൊന്നും കാഴ്ചവെച്ചിട്ടുമില്ല. പക്ഷേ അദ്ദേഹം വിശുദ്ധനായിരുന്നു. കുമ്പസാരം എന്ന കൂദാശയെ ഏറ്റവും പവിത്രതയോടെയാണ് അദ്ദേഹം കാണുകയും സമീപിക്കുകയും ചെയ്തത്. വിശുദ്ധനായ അദ്ദേഹത്തിന്റെ അടുക്കൽ കുമ്പസാരിച്ചവർക്കെല്ലാം അതിശയകരമായ മാനസാന്തര അനുഭവം ഉണ്ടായി. ദൈവത്തിന്റെ അപരിമേയമായ കരുണയുടെ ചാലക ശക്തിയായിരുന്നു വിശുദ്ധൻ. ഓരോ പാപിയെയും ഈശോയുടെ അനുകമ്പാർദ്രമായ ഹൃദയത്തോടെയാണ് ലിയോപോൾഡ് മാൻറ്റിക് സ്വീകരിച്ചത്. വൈദികർക്കെല്ലാം ഉത്തമമായ ഒരു മാതൃകയാണ് ഈ വിശുദ്ധൻ. ബെനഡിക്ട് 16 പാപ്പയും ഫ്രാൻസിസ് പാപ്പയും തങ്ങളെ സ്വാധീനിച്ച വിശുദ്ധരുടെ പട്ടികയിൽ ലിയോപോൾഡ് മാൻറ്റിക്കിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1942 ജൂലൈ 30 മരണമടഞ്ഞ ലിയോപോൾഡിനെ 1983 ഒക്ടോബർ 16 വിശുദ്ധ ജോൺ പോൾ II പാപ്പ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. കുമ്പസാരം എന്ന കൂദാശയെ കൂടുതൽ സ്നേഹിക്കാനും അതിന്റെ ശക്തിയിൽ ആശ്രയിക്കാനും കുമ്പസാരക്കൂട്ടിൽ 15 മണിക്കൂറുകളോളം ചെലവഴിച്ച വിശുദ്ധ ലിയോപോൾഡ് മാൻറ്റിക്കിന്റെ മാധ്യസ്ഥ്യം നമുക്കും തേടാം.